ഇത് ഭരണരംഗത്ത് ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു സർക്കാരിന്റെ ഭരണമാണ് കേരളത്തിലെ ഭരണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരികയാണ്. നികുതി, എല്ലാറ്റിനും നികുതിയാണ്. നിങ്ങൾക്കറിയാം, ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഇവിടെ സാധന വില വർധന കൂടി. സാധാരണക്കാരന്റെ അവശ്യ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ചു. ഈ നാടിൽ എല്ലാ സംഭവങ്ങളും പാവപ്പെട്ട കർഷകന്റെയും തൊഴിലാളികളുടെയും ജീവിതഭാരം വർദ്ധിപ്പിക്കുന്ന നടപടികളെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളൂ. അല്ലാത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു ചാർട്ട് നിങ്ങളെ മുമ്പിൽ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭൂനികുതിയിൽ 50% വർധനവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 50% വർധനവ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവമാണ്. ഈ പറയുന്ന ഈ 50% ഭൂനികുതിയിൽ 50% വർധനവുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പുതുക്കിയ ഭൂനികുതി സ്ലാബ് അനുസരിച്ച് പഞ്ചായത്ത് പരിധിയിൽ 1 ഏക്കർ കൃഷിഭൂമിയുള്ള കർഷകന് 500 രൂപയ്ക്ക് മേൽ ഭൂനികുതി അടക്കേണ്ടി വരും. ഒരിക്കലും ഉണ്ടാകാത്ത, ഒരു മന്ത്രിസഭയും ഉണ്ടാക്കാത്ത ഒരു തീരുമാനത്തിന്റെ പ്രഖ്യാപനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ആ പ്രഖ്യാപനം എന്ന് നിങ്ങൾ അറിയണം. ഇനി അത് മുനിസിപ്പൽ പരിധിയിലാണെങ്കിൽ 1 ഏക്കറിന് 925 രൂപ അടക്കണം. കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ 1850 രൂപ അടക്കണം. എത്ര വർധനവ്? പകുതിയിലേറെ വർധനവാ. ഈ വർധനവ് ആര് കെട്ടേണ്ടതാ? നിങ്ങളും ഞാനും സാധാരണക്കാരായ ആളുകളും കെട്ടേണ്ടുന്ന പൈസയാണെന്ന് നിങ്ങൾ ഓർക്കുക. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇന്ധന സെസ്, തൊഴിൽ ഭൂനികുതി, തൊഴിൽ നികുതി, കെട്ടിട നികുതി, വെള്ളക്കരം, വൈദ്യുതി നിരക്ക്, ഇലക്ട്രിക് വാഹന നികുതി, 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി വർധന, വാഹന രജിസ്ട്രേഷൻ ഫീസ് വർധന, 13 ഈ ആവശ്യം, ഇതെല്ലാം ഓട്ടോ ടാക്സി നിരക്ക് എല്ലാം വർദ്ധിപ്പിച്ച് രാജ്യത്ത് സാധാരണക്കാർ, ഇടത്തരക്കാർ അവരുടെ ജീവിതത്തിന് ഇവിടെ ചങ്ങലകിട്ട് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. എത്ര കാലം നമുക്കിത് സഹിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നടപടികളാണ് സർക്കാരിൻ്റെത്. സംസ്ഥാനത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടിയോളം എത്തിച്ചു പിണറായി സർക്കാർ. 5 കോടിയോളം ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയുടെയും ഒരു മന്ത്രിസഭയുടെയും കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന വർധനവുണ്ടായിട്ടില്ല. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നികുതി ഭാരം ചുമലിൽ താങ്ങുന്നു. ഭക്ഷണത്തിനും മരുന്നിനും പോലും സാധാരണക്കാരന്റെ കയ്യിൽ കാശില്ല. നികുതി വരുമാനം മുഴുവൻ കടം തീർക്കാനും മറ്റു ചിലവിനും ഉപയോഗിക്കുന്നു. നികുതിയേതര തനത് വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ക്ഷേമ പദ്ധതികൾ, പെൻഷനുകൾ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ എല്ലാം ത്രാസിലാണ് തൂങ്ങുന്നത്. എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ സാമ്പത്തിക നയവുമായി ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് പണം ചെലവഴിക്കാത്ത സർക്കാർ സാധാരണക്കാരുടെ പോക്കറ്റ് ചോർത്തുന്നതിൽ ജാഗ്രതയാണ്. കഴിഞ്ഞ തവണ ഒന്നും നോക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത സർക്കാർ ഇക്കുറി ജനങ്ങളുടെ പോക്കറ്റ് തട്ടിത്തപ്പിയെടുക്കാൻ വളരെ ജാഗരൂകരായി കാത്തിരിക്കുകയാണ്. പദ്ധതിക്ക് പണം വെട്ടിക്കുറച്ച് നികുതി വർദ്ധിക്കുന്നു. ധനപ്രതിസന്ധി മറികടക്കാനുള്ള പ്ലാൻ, പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നില്ല. എന്തെങ്കിലുണ്ടോ തുടങ്ങിയിട്ട്? പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. 8 വർഷമായില്ലേ പിണറായി ഭരിക്കുന്നു? ഈ 8 വർഷമായി പിണറായി ഭരിക്കുമ്പോ ഈ ഭരണത്തെ 8 വർഷത്തിനിടക്ക് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ഒരു വലിയ ഒരു ആളുകൾക്ക് കാണത്തക്ക, ഒരു നാടിന് അറിയത്തക്ക ഒരു വികസനത്തിന്റെ എന്തെങ്കിലും ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ കാലഘട്ടത്തിൽ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. കെ കരുണാകരന്റെ പേരിൽ ഇപ്പോഴും നിൽക്കുന്നു അവിസ്മരണീയമായ ഒരുപാട് സ്ഥാപനങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഭരണം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിൽക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. AK ആന്റണി വന്നപ്പോ പോലും അത് ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ പിണറായി വിജയൻ വന്നിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കിയോ, ഒരു കോളേജ് ഉണ്ടാക്കിയോ, ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയോ, എന്തെങ്കിലും ഉണ്ടാക്കിയോ ഈ സംസ്ഥാനത്ത്? എന്താണ് ഇവൻ ഭരിക്കുന്നത്? എന്തിനാണ് ഇയാൾ ഭരിക്കുന്നത്? നമ്മൾ പരിശോധിക്കണം. ഈ രാജ്യത്ത് സാധാരണക്കാരായ ആളുകൾ, നിങ്ങളുടെയൊക്കെ വികാര വിചാരങ്ങളെ ഞാൻ മാനിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സമാധാനപൂർവമായ അന്തരീക്ഷം ഈ കേരളത്തിൽ ഉണ്ടാക്കിയ നിങ്ങൾ ഈ നാടിന്റെ ആത്മാക്കളാണ്. പിണറായി വിജയന്റെ സ്ഥാനത്ത് ഇടതുപക്ഷക്കാരാണ് എങ്കിൽ, നമ്മുടെ സ്ഥാനത്ത് ഇടതുപക്ഷക്കാരാണ് എങ്കിൽ ഇവിടെ എന്തും നടക്കും. കൊലപാതകം മുതലുള്ള എല്ലാം നടക്കും. ഇടതുപക്ഷത്തിന്റെ കാലം, ഇടതുപക്ഷമാണ് പ്രതിപക്ഷമെങ്കിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ സമാധാനത്തോടെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം മുൻപോട്ട് വരുമ്പോ ഒരു പ്രതീക്ഷ കൊച്ചു കേരളത്തിലെ മറ്റ് ജനങ്ങൾക്കുണ്ടാവുകയാണ്. കർഷക ദ്രോഹ നടപടിയുമായി പിണറായി സർക്കാർ പോകുമ്പോഴും LDF മുന്നണിയിൽ കടിച്ചു തൂങ്ങുന്ന കേരള കോൺഗ്രസ് കർഷകരെ വഞ്ചിക്കുകയാണ് എന്ന കാര്യത്തിൽ നമുക്കെല്ലാം പരാതികളുണ്ട് എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.